നമസ്കാരം, ബിഗ് ടു ന്യൂസിലേക്ക് സ്വാഗതം. ശശി തരൂരിനെ പിന്തുണച്ച് പിണറായി വിജയൻ. സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇടത് സർക്കാരിനെ പുകഴ്ത്തിയ ശശി തരൂരിനെയാണ് മുഖ്യമന്ത്രി പിന്തുണച്ചത്. വസ്തുതകൾ അടിസ്ഥാനമാക്കിയാണ് ശശി തരൂർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു രാഷ്ട്രീയവും നിറവും നൽകേണ്ടതില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ സർക്കാരിനെ കുറിച്ചോ അല്ല തരൂർ പറഞ്ഞത്, കേരളത്തെക്കുറിച്ചാണ്. കനത്ത പ്രതിസന്ധിക്കിടയിലും നമ്മുടെ സംസ്ഥാനം നേടിയ വളർച്ചയിൽ എല്ലാ കേരളീയരും അഭിമാനിക്കണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. PC ജോർജിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനു പിന്നാലെയാണ് റിമാൻഡ്. നേരത്തെ 6 മണിവരെയാണ് PC ജോർജിനെ റിമാൻഡ് ചെയ്തിരുന്നത്. പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് PC ജോർജിനെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ് PC ജോർജ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത്. മതവിദ്വേഷ പരാമർശ കേസാണ് PC ജോർജിനെതിരെ നിലനിൽക്കുന്നത്. CPM കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ നിലപാട് മാറ്റണമെങ്കിൽ രാജ്യത്ത് ഫാസിസം വന്നുവെന്ന് തെളിയിക്കണമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. എന്തെങ്കിലും ഭിന്നത കരട് പ്രമേയത്തിലുണ്ടെങ്കിൽ അത് CPIക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കാനാണ് കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതെന്നും AK ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പൾസർ സുനി വീണ്ടും ജയിലിലേക്ക്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ കഴിയുകയായിരുന്നു പൾസർ സുനി. എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയതിൽ പൾസർ സുനിക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്നാണ് സുനിയുടെ ജാമ്യ വ്യവസ്ഥ റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയത്. ആശാ വർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞ് എളമരം കരീം. CPM ദേശാഭിമാനി ദിനപത്രത്തിലാണ് ആർക്കുവേണ്ടിയാണ് ഈ നാടകം എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത്. ആശാ വർക്കർമാരെ വ്യാമോഹിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും സംഘടിപ്പിച്ച ധരണിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പെമ്പിളെ ഒരുമ എന്ന സമരത്തിന്റെ തനിയാവർത്തനമാണ് ഇതെന്നും അദ്ദേഹം ആരോപിച്ചു. ഫെഫ്കയുടെ പുതിയ സാരഥികളെ തെരഞ്ഞെടുത്തു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റായി രഞ്ജി പണിക്കരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ട്രഷററായി ഷിബു ഗംഗാധരനെയും തെരഞ്ഞെടുത്തു. GS വിജയൻ ജനറൽ സെക്രട്ടറിയായി തുടരും. എറണാകുളം റിന്യൂവൽ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. വിധു വിൻസെന്റ്, റാഫി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജോയിന്റ് സെക്രട്ടറി അജയ് വാസുദേവ് ആണ്. കമ്മിറ്റി അംഗമായി സോഫിയ ജോസിനെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. യുവതിയെ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമർദ്ദനം. ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാർ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത്. കഴുത്തിൽ ബെൽറ്റ് കെട്ടിയും ചെവിയിൽ ശക്തമായി അടിച്ചുമാണ് യുവതിയെ മർദ്ദിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ വയത്തൂർ സ്വദേശി അഖിലിനെയും ഭർത്തൃമാതാവിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി പാനമയിലേക്ക് മാറ്റിയ 12 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് ഇവരെ പാനമയിൽ നിന്ന് ഇസ്താൻബുൾ ടർക്കിഷ് എയർലൈൻസ് വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചത്. ഇതിൽ പഞ്ചാബിൽ നിന്നും 4 പേരും ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 3 പേരെയുമാണ് എത്തിച്ചത്. അമിതവണ്ണം കുറയ്ക്കുന്നതിന്റെ പ്രചാരണത്തിനായി നടൻ മോഹൻലാലിനെ നിയോഗിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. മോഹൻലാലിന് പുറമെ ഗായിക ശ്രേയ ഘോഷൽ, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള 10 പേരെ വീതമാണ് മോദി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ജനങ്ങളോട് ആരോഗ്യ സംരക്ഷണത്തിന്റെ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. വിരാട് കോഹ്ലിയെ പ്രശംസിച്ച് പാകിസ്ഥാൻ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ. എല്ലാവരും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത്രയും വലിയൊരു കളിയിലെത്തിയപ്പോൾ അനായാസം അദ്ദേഹത്തിന് റൺസ് എടുക്കാൻ കഴിഞ്ഞെന്നും റിസ്വാൻ വ്യക്തമാക്കി. ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടത്തിൽ പാകിസ്ഥാൻ തോറ്റതിന് പിന്നാലെയാണ് കോഹ്ലിയെ പ്രശംസിച്ചുള്ള ഈ പരാമർശം. 111 പന്തിൽ 100 റൺസുമായി സെഞ്ചുറി അടിച്ച് പുറത്താകാതെ നിന്ന കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇത് കോഹ്ലിയുടെ 51ാം ഏകദിന സെഞ്ചുറിയാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ഫിറ്റ്നസും പ്രശംസനീയമാണ്. എല്ലാവരും കോഹ്ലി ഫോമിലല്ലെന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ ഒരു കളി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. തങ്ങളുടെ ടീം കളത്തിൽ ഒട്ടും ഊർജ്ജമില്ലാതെയാണ് പോരാടിയതെന്നും റിസ്വാൻ തുറന്നു സമ്മതിച്ചു.